സാറേ, വളരെ കാലങ്ങൾക്ക് ശേഷം, അതായത് 2011 തൊട്ട് നമ്മൾ സിറിയയിൽ നിന്നും കേട്ടുകൊണ്ടിരുന്നത് ഒരു സിവിൽ വാറിനെ പറ്റിയാണ്. ഹാഫിസ് അൽ അസാദിൻ്റെ കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മകൻ ബാഷർ അൽ അസാദ് തൊട്ട് വരെ ഏകദേശം മോർ ദാൻ ഹാഫ് എ സെഞ്ചുറി അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്റ്റെബിലിറ്റിയൊക്കെ വന്നു, ദി കൺട്രി ഹാസ് ബീൻ സ്റ്റെബിലൈസ്ഡ് എന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ബാഷർ അൽ അസാദിനെ കാണാനില്ല. അദ്ദേഹം റഷ്യയിൽ ചെന്ന് ചിലർ പറയുന്നു, പിന്നെ ചിലർ വെറുതെ റൂമറൊക്കെ അടിച്ചു വിടുന്നുണ്ട്, അദ്ദേഹം കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വിമാനം ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അത് വെറുതെ സ്റ്റണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ബാഷർ അൽ അസാദ് അവിടെ നിന്ന് പോയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് കൊണ്ട് പല രാജ്യങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഇറാനെയാണെന്ന് തോന്നുന്നു. ഇറാന് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വളരെയധികം ഏറ്റവും കൂടുതൽ നഷ്ടം അവരാണ് അനുഭവിക്കുന്നതെന്ന് തോന്നുന്നു. ഈ അസാദ് റഷ്യയിലേക്ക് കടന്നു, റഷ്യ അഭയം കൊടുത്തു, അത് റഷ്യ കൺഫേം ചെയ്തിട്ടുണ്ട്. അസാദ് ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ സംരക്ഷണയിലാണ്. നഷ്ടം ഇതുപോലെ ഇറാനാണോ എന്ന് ചോദിച്ചാൽ അതൊരു സൈക്കോളജിക്കൽ നഷ്ടമാണ്. ഇറാന് ഒരു സെറ്റ് ബാക്കാണ്. അതല്ലാതെ ഇറാന് അസറ്റ്സ് ഒന്നും നഷ്ടം വന്നിട്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്കാണ് നഷ്ടം. റഷ്യക്ക് നഷ്ടമുണ്ട്. 60,000 പട്ടാളക്കാർ സിറിയയിലുണ്ടായിരുന്നു റഷ്യയുടെ. പക്ഷേ റഷ്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരുന്നല്ലോ. ഇവർ തമ്മിലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ഈ സിറിയൻ ഇറാനും. റഷ്യയുടെ പ്രശ്നം സാർ, റഷ്യക്ക് വാം വാട്ടർ പോർട്ട് ഇല്ല. അത് പിന്നെ ഉള്ളത് ഉക്രൈനിലാണ്. ബേസിക്കലി റഷ്യ ഉക്രൈനെ ടാർഗറ്റ് ചെയ്യാൻ കാര്യം അവർക്കൊരു വാം വാട്ടർ പോർട്ട് വേണം, ക്രൈമിയ. അപ്പോൾ മറ്റേ പോർട്ടൊക്കെ ഈ വർഷത്തിൽ ഒരുപാട് മാസങ്ങൾ -25 ഡിഗ്രിയിൽ പോയി ഫ്രീസായിട്ട് കിടക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഒരെണ്ണം ഈ സിറിയയിലും ഒരെണ്ണം യുക്രൈനിലും കൂടെ വേണം. സിറിയയിൽ നേരത്തെ അവരുടെ കയ്യിലായി, ഉക്രൈനിൽ ഒരെണ്ണം കൂടെ കിട്ടി. ഇപ്പോൾ അവർക്ക് ഈ യുദ്ധത്തിൽ ഒരു വാം വാട്ടർ പോർട്ട് റഷ്യയുടെ കയ്യിലായി. അതോടെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ആ തീവ്രത ഒന്ന് കുറച്ചത്. അപ്പോൾ വാം വാട്ടർ പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ റഷ്യ ഇപ്പോഴും അത് സിറിയയിലെ പുതിയ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ HTS, എനിക്ക് വാസ്തവത്തിൽ ഈ തെമ്മാടികളുടെയൊന്നും പേരറിയില്ല. ഓരോ ദിവസവും ഈ കൊറോണ വൈറസ് പോലെ ഇതിങ്ങനെ പുതിയ പുതിയ ഗ്രൂപ്പുകളുണ്ടായി വരും. ഈ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനെ വിഴുങ്ങും, അവനിവനെ വെടിവെക്കും. ഇങ്ങനെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ സിറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പ് പിടിച്ച ഒരു രാജ്യം. മനുഷ്യന് ഈ ലോകസമാധാനത്തിൻ്റെ അപ്പോസ്തലന്മാരായ ഇസ്ലാം ഭരിക്കുന്ന മനസ്സമാധാനം ഇല്ലാത്തൊരു സ്ഥലമാണ് സിറിയ. അവിടെ എന്ത് നടക്കുമെന്ന് ചോദിച്ചാൽ ആർക്കും ഇപ്പോൾ 150 ഇന്ത്യക്കാരോ മറ്റോ ആണ്. ഇവിടെ നിന്ന് പിന്നെ ആട് മേയ്ക്കാനൊക്കെ പോയ ടീമുണ്ടല്ല, അവരൊക്കെ ഉണ്ടാവും. എല്ലാം കൂടെ ചേർത്ത് 150 ഇന്ത്യക്കാരേ അവിടെ ഉള്ളൂ. മനുഷ്യന് താമസിക്കാൻ കൊള്ളില്ല. അവിടെ താമസിക്കണമെങ്കിൽ കയ്യിലൊരു AK-47 റൈഫിളെങ്കിലും വേണം. ഇപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ അവർ ഇസ്രായേലുമായിട്ട് വെടിനിർത്തൽ ഹിസ്ബുള്ളയെ കൊണ്ട് പ്രഖ്യാപിച്ചിട്ട് ഹിസ്ബുള്ളയെ അവർ സിറിയയിലേക്ക് ഡെപ്യൂട്ട് ചെയ്തു. ബട്ട് ഈ HTS ഈസ് സോ സ്ട്രോങ്, ഹിസ്ബുള്ളയ്ക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നാൽ സാർ ആലോചിച്ച് നോക്ക്, ഈ HTS കൺവെൻഷണൽ വാറാണ് അവർ നടത്തിയാണ് ഡമാസ്കസ് വരെ പിടിച്ചെടുത്തത്. മിസൈൽ ഉപയോഗിച്ചിട്ടില്ല, ഡ്രോൺ ഉപയോഗിച്ചിട്ടില്ല. പഴയ രീതിയിൽ ടാങ്കും തോക്ക് ധരിച്ച പട്ടാളക്കാരും ഒക്കെ ഇറങ്ങിയിട്ട് പോടാന്നൊക്കെ പറഞ്ഞ് വെടിവെച്ച് കീഴടക്കി ഇങ്ങനെ കൺവെൻഷണൽ ആയിട്ട് അഡ്വാൻസ് ചെയ്താണ് അവർ വന്നത്. സാറ് പറഞ്ഞ റഷ്യക്കുള്ള നഷ്ടം ആ രീതിയിൽ നോക്കുമ്പോൾ വളരെ വലുതാണ്. ഇപ്പോൾ ടാർട്ടസ് എന്ന് പറയുന്നതാണ് അവരുടെ മെഡിറ്ററേനിയനിലുള്ള വാം വാട്ടർ പോർട്ട്, അത് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ അത് നിലനിർത്തിക്കോളാം എന്ന് HTS സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യയുമായിട്ട് ഞങ്ങൾക്ക് ശത്രുതയില്ല, അവർ ആ പോർട്ട് ഉപയോഗിച്ചോട്ടെ, അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഞങ്ങൾ കൊടുക്കാമെന്ന് അവർ റഷ്യയുമായിട്ടൊരു കൺഫ്രണ്ടേഷൻ അവർ തയ്യാറാക്കില്ല. കാരണം ഇറ്റ് ഈസ് ഡേഞ്ചറസ് അവർ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ടാർട്ടസിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ അത് കൂടാതെ മെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു എയർഫോഴ്സ് ബേസ് ഉണ്ടായിരുന്നു, അതും റഷ്യയുടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ബേസസൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ വലിയൊരു നഷ്ടമുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ലോസ്റ്റ് ദെയർ ഫേസ് എന്നുള്ള ഒരു പ്രശ്നം, അത് നാണക്കേടായി. കാരണം ഞങ്ങൾ വലിയ ശക്തരാണ്, ആരെയും എന്തും കാണിക്കാം, ഇസ്രായേലിനെ തുടച്ചു മാറ്റും, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും അവർ 1,00,000 സോൾജേഴ്സിനെ അയക്കും എന്നൊക്കെ പറഞ്ഞതാണ്, ഒന്നും സംഭവിച്ചില്ല.
പിന്നെ അവരുടെ കോൺസെപ്റ്റിലൊരു എന്താണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ റിംഗ് ഓഫ് ഫയർ എന്നും പറഞ്ഞ് ഈ സിറിയ, ഇറാഖ്, ലബനോൺ, മറ്റേ യമൻ ഇവരെല്ലാവരും കൂടി ഇസ്രായേലിനെ വളഞ്ഞ് നശിപ്പിക്കും. അങ്ങനെ ഒരു റിംഗ് ഓഫ് ഫയർ, ആ റിംഗ് ഓഫ് ഫയറിൻ്റെ ഒരു വശം തെറിച്ചുപോയി സിറിയ. അതേപോലെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസും ഏകദേശം കഥാവശേഷമായെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ പിന്നെ അവർ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടല്ലോ അവിടെ. ഈ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ആയുധങ്ങൾ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ നഷ്ടവും വളരെയധികം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ആണെങ്കിലും സോൾജേഴ്സ് കുറേ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടല്ലോ ഇതിൽ. എബൌട്ട് 5 lakh പീപ്പിൾ ഈ യുദ്ധത്തിൽ ഈ ഇടപാടിൽ മരിച്ചു പോയെന്നാണ് പറയുന്നത്. 5 lakh പീപ്പിൾ മരിച്ചിട്ടുണ്ട് ടോട്ടലായിട്ട്. 10 lakh പീപ്പിൾ ഹാവ് ബീൻ ഇഞ്ചേർഡ്. 68 lakh പീപ്പിൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ റെഫ്യൂജീസ് ആയിട്ട് പോയി. ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ ഒരു ഗുണമാണ് ഈ 5 ലക്ഷം ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ആൾക്കാർക്ക് സ്വർഗം കിട്ടി, അവരവിടെ ഹൂറിമാരും ഒക്കെ ആയിട്ട് അവിടെ സന്തോഷമായിട്ട് കഴിയുകയാണ്. മരിക്കുക എന്നുള്ളത് ജീവിത ലക്ഷ്യമാക്കിയ ഗ്രൂപ്പാണ്, ടീംസാണ് ഇവരെല്ലാം. എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ജിഹാദ് ചെയ്ത് മരിക്കുക. മരിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം അവിടെ റെഡിയാണ്. അപ്പം മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ടീമാണ്. അപ്പോൾ 5 ലക്ഷം പേർക്ക് ഇപ്പോൾ സ്വർഗരാജ്യം കിട്ടി എന്നുള്ളതായിരിക്കും അവരുടെ കണക്ക്. പിന്നെ ഈ മറ്റ് മുമ്പ് ശരിക്കും ഒരു മുസ്ലിം യൂണിറ്റി എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ പ്രശ്നം വന്നു കഴിയുമ്പോൾ ചാടിക്കയറി എല്ലാവരും കൂടി യുണൈറ്റഡ് ആയിട്ട് വരുന്ന. പക്ഷേ അതിനും പ്രശ്നം സംഭവിച്ചല്ലോ. ഈ സിറിയയിൽ ഇറാന് അതോടുകൂടി വെറുത്തുപോയി അറബ് കൺട്രീസിന്. മാത്രമല്ല അവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അറേബ്യൻ കൺട്രീസ് ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹിസ്ബുള്ളയും ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സും കൂടി കയറിയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ആസാദിന് കാര്യമായിട്ടുള്ള ആർമിയും സഹായമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആകെ 15% ആണ് ഈ അല്ലവൈറ്റ്സ് ഉള്ളത്, ബാക്കി 75% സുന്നീസാണ്. അപ്പോൾ സുന്നീസ് കൊല്ലപ്പെടുന്നു. അതേസമയം കംപ്ലീറ്റ് ഈ ഇവരുടെ 2 കൂട്ടരുടെയും ഹിസ്ബുള്ളയുടെയും അതേപോലെ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെയും സപ്പോർട്ട് കൊണ്ടാണ് ആർമി ഫങ്ഷൻ ചെയ്തിരുന്നത്. പിന്നെ മോളിൽ നിന്ന് തീമഴ പെയ്യിപ്പിക്കാനായിട്ട് റഷ്യ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒത്തുവന്നു. പിന്നെ അതിൽ ഈ പറയുന്ന HTS എന്ന് പറയുന്ന ഒരു ഒതുങ്ങിപ്പോയി ആ സമയത്ത്. പക്ഷേ അത് കൂടാതെ ഇദ്ദേഹം ചെയ്തിരുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിലൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വേറെ മോഡസ് ഓപ്പറാൻഡി ഒന്നുമില്ല, നേരെ പോയി അവിടെയുള്ള സ്കൂളിലും ഹോസ്പിറ്റലിലും ബോംബങ്ങിട്ടേക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് ബോംബിടുമായിരുന്നു. കാരണം രക്ഷാപ്രവർത്തനത്തിന് വരുന്നവരും മരിച്ചു പോകണം. അപ്പോൾ ഏബിൾ ബോഡിയുടെ ആൾക്കാരെല്ലാം കൊന്നുകളയുന്നൊരു ഏർപ്പാടായിരുന്നു. അതുകൂടാതെ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ അറബികൾക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചു. സിറിയ നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൂടാതെ അറേബ്യൻ കൺട്രീസ് അല്ലെങ്കിൽ സുന്നി കൺട്രീസ് ആയിട്ടുള്ള എല്ലാ ബന്ധവും ഇറാന് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിലൊക്കെ കുറേ നഷ്ടം വന്നിട്ടില്ലേ അവർക്ക്. അല്ല, ഇപ്പോൾ പക്ഷേ ജോ ബൈഡൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യം വന്നാൽ സിറിയയിൽ ഇടപെടും. സിറിയയിൽ ISന് സമാധാനമായിട്ടൊരു താവളം ഉണ്ടാകും എന്ന് വിചാരിക്കേണ്ട. കാരണം ISൻ്റെ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പാണ് ഈ HST. അവർ അങ്ങനെയായിരുന്നു, രൂപാന്തരം പ്രാപിച്ച് അങ്ങനെ മാറി 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 വന്നൊരു സാധനമാണ് HST. ബേസിക്കലി IS ഗ്രൂപ്പാണ്. IS ഇയാൾക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു HSTയുടെ തലവന്. അപ്പോൾ അയാൾ പക്ഷേ ISമായിട്ട് അയാളുടെ സംഘടന ലയിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അന്ന് ബഗ്ദാദി അത് സമ്മതിച്ചില്ല. പിന്നെ അയാൾ ഇതായിട്ട് തന്നെ HST ആയിട്ട് രൂപാന്തരം. അതോടുകൂടിയാണ് ഇവർ മാറിപ്പോയത്, മറ്റേ IS ആയിട്ട് ബന്ധം വിച്ഛേദിച്ച് അതോടുകൂടിയാണ്. ബട്ട് തിയറി ഉണ്ടല്ലോ, സോറി, ഇവരുടെ ലക്ഷ്യം ഒക്കെ ISൻ്റെ തന്നെയാണ്. വേറെ വേറെ ഗ്രൂപ്പാണ് ഇവർ. ഈ അൽ-ഖൈദയും ISും അൽ-നുസ്ര എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാലത്ത് അൽ-ഖൈദനെയും കടത്തിവെട്ടുന്ന ഭയങ്കരമായിട്ടുള്ള സൂയിസൈഡ് ബോംബിംഗ് ഒക്കെ നടത്തിയിരുന്നത്. അന്ന് പലരും ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ ഇന്നസെൻറ്റ് പീപ്പിൾ എത്ര പേരെ കൊല്ലപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത്, ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അള്ളാഹുവിന് പറ്റും, അല്ലെങ്കിൽ നല്ല ആയുധങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ നല്ല ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ലൈനായിരുന്നു. അന്ന് ഈ ബിൻ ലാഡൻ്റെ പോലെ വലിയ തലയിലൊക്കെ തുണിയൊക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ നേതാവ് അൽ ജുലാനി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഈവൻ ഹിസ് ഡ്രസ്സിങ് സാധാരണ ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞതൊക്കെ സാധാരണ പട്ടാളക്കാരെ പോലെയുള്ള ഡ്രസ്സിങ്ങും മുടിയൊക്കെ ട്രിം ചെയ്ത് ആകെ ചേഞ്ച് ചെയ്ത രൂപത്തിലാണ് വരുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മറ്റു മതക്കാർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, ഇവിടെ അതേപോലെ ഷിയ അല്ലെങ്കിൽ അല്ലവൈറ്റ് ഉണ്ട്.
അവർക്കൊന്നും ഞങ്ങൾ യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല, എല്ലാവർക്കും കൂടെ താമസിക്കാം. മാത്രമല്ല വെസ്റ്റുമായിട്ട് ഞങ്ങൾക്ക് ഒരു തർക്കമില്ല, വെസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ ലാൻഡിൽ നിന്നും വെസ്റ്റിലേക്ക് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്താനായിട്ട് അനുവദിക്കില്ല. പിന്നെ തുർക്കിയുടെ എന്താണ് ലീറയായിരിക്കും ഞങ്ങളുടെ കറൻസി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേഞ്ച് വന്നത് ആൾക്കാരെ കാണിക്കാനാണോ എന്ന് അറിയില്ല, എന്നാലും കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. എനിക്ക് വേറൊരു അത്ഭുതം തോന്നിയത് സാർ, പാത്രിയാർക്കീസ് ബാവ ഇവിടെ വന്നിരുന്നില്ല കേരളത്തിൽ. സിറിയയിൽ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് തിരിച്ച് ഡമാസ്കസിലേക്ക് പറക്കാൻ പോവാം. എന്ത് ധൈര്യത്തിലാണ്! അതാണ് ഞാനും അത് ആലോചിച്ച് ഞെട്ടിയിട്ട്. അവിടെ ഒരു 4-5 കൊല്ലം മുമ്പാണ് 20 അതിനകത്ത് ബിഷപ്പുമാരുണ്ട്, പാതിരിമാരുണ്ട്, 20 പേരെ ഈ മരുഭൂമിയിൽ നിരത്തി ഇരുത്തിയിട്ട് ഒരു ഓറഞ്ച് ഡ്രസ്സ് എടുത്ത് എന്നിട്ട് കഴുത്തിങ്ങനെ പുറകോട്ട് പിടിച്ചിട്ട് ഹലാല ചെയ്ത് കൊന്നുകളഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല സഭയ്ക്ക്. സഭ ഞെട്ടിപ്പോയി, സഭയൊന്നും മിണ്ടിയില്ല, ഒരു പ്രതികരണവും ഉണ്ടായില്ല. കേരളത്തിൽ ഈ പള്ളിത്തർക്കത്തിന് കാണിച്ച വീര്യത്തിൻ്റെ 10-1 വീര്യം ആ സമയത്ത് ഞാൻ കണ്ടില്ല പാത്രിയാർക്ക വിഭാഗത്തിൻ്റെ. ഇപ്പം ഇദ്ദേഹം ഇവിടെ വന്ന് എന്നാൽ ജീവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ എങ്ങാനും താമസിക്കുന്നതിന് പകരം പുള്ളി ഇതിൻ്റെ നടുക്ക് ചാടാനായിട്ട് അങ്ങോട്ട് പോകുന്നു. എന്താകും അവിടെ കുറേ നാൾ താമസിച്ച് കഴിയുമ്പോഴേ എന്തെങ്കിലും പറഞ്ഞത് വരട്ടെ എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. സാധാരണ ബിഷപ്പ്മാരിങ്ങനെ പോകും പോകില്ല, ജീവനിൽ കൊതിയുള്ളൊരു പോകും. മറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണം കണ്ടേ എത്ര ലക്ഷം മരിച്ചിരിക്കണേ ഇപ്പോൾ. മരണം ഈ മർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. അവരതായിട്ട് റിക്കൺസൈൽഡ് ആണ്, അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയായി മാറിപ്പോയെന്നാണ് നമ്മൾ കരുതാനായിട്ട്. അല്ല, ഇപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോഴുണ്ടല്ലോ, അന്ത്യോക്യ പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ദിവ്യനാണ്. ഇദ്ദേഹത്തിന് അവിടെ പുല്ല് വിലയാണെന്നുള്ളത് അവിടെയല്ലേ അറിയാവുള്ളൂ. ഇവിടെ അദ്ദേഹം വലിയ ദിവ്യനാണ്, സഭയുടെ പരമോന്നത അധ്യക്ഷനാണ്. അപ്പോൾ അങ്ങനെ എന്തൊരു റെസ്പെക്റ്റോടു കൂടിയാണ് ആൾക്കാർ സ്വീകരിക്കുന്നതും ടി വിയിൽ വാർത്ത വരുന്നത്, അദ്ദേഹത്തെ കാണിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കാണിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ഇങ്ങനൊരു മനുഷ്യൻ അവിടെ പോയിട്ട് ഷൂ ആയി തീരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ എന്താ അദ്ദേഹം തിരിച്ചു പോകാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പോയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോകും? ഇദ്ദേഹത്തിന് വല്ല ഹോൾഡ് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? അല്ല, ചിലപ്പോൾ സ്വന്തം ജനം അപകടത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ എന്തോ പണ്ടത്തെ വീണ വായിക്കുന്ന കഥ പറയില്ലേ എന്ന് പറഞ്ഞോണ്ട് എന്തെങ്കിലും ഒരു ക്രിറ്റിസം ഒക്കെ വരുമോ എന്നൊരു അതിനൊരു സാഹചര്യം ഉണ്ടല്ലോ. ചിലർ പറയും ഇവിടെ ഇത്രയും ഞങ്ങളുടെ ഭക്തന്മാരൊക്കെ കൊല്ലപ്പെടുന്നു, ആ സമയത്ത് നിങ്ങൾ വല്ലയിടത്തും പോയി കിടക്കായിരുന്നില്ലെന്ന്. അങ്ങനെ ഒരു ക്രിറ്റിസിസം ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. പിന്നെ അവർക്ക് ഈ മരണം എത്രയാ മരണം കാണണേ. നമുക്കിപ്പോൾ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കോമൺ അല്ലല്ലോ. മറ്റവർക്ക് ഇറ്റ് ഹാപ്പൻസ് എവറി ഡേ, ഒരു ഡെയിലി അഫെയർ, അത്രേ ഉള്ളൂ. അതായിട്ട് റിക്കൺസൈൽഡ് ആയതിൻ്റെ ആയിരിക്കും ഈ പോക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.